സാർവലൗകിക സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും നിരീക്ഷകപ്പട്ടം കൈകാര്യം ചെയ്യുന്ന ശ്രീജിത്ത് പണിക്കർ സാറ് ഒരു പോസ്റ്റ് ഇട്ടു. മുന്നാക്ക ജാതിക്കാർക്കെതിരെ ജാതിയുടെ പേരിൽ അധിക്ഷേപമോ വിവേചനമോ ഉണ്ടായാൽ പരാതിപ്പെടാൻ മാർഗമില്ലെന്ന പുതിയ UGC പരിഷ്കാരം അപകടകരമാണ്. ജാതി വിവേചനം എന്നത് ഏകപക്ഷീയമല്ല. പ്രത്യേകിച്ച് എന്തിനും ഏതിനും അകാരണമായി ബ്രാഹ്മണർ ഉൾപ്പെടുന്ന മുന്നാക്ക ജാതിക്കാരെ അവഹേളിക്കുന്നത് ഫാഷനായ കാലത്ത് അതുപോലെ റാഗിംഗ് എന്ന വിവേചനത്തെ ചട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കുക, ജാതി അടിസ്ഥാനത്തിൽ ഹോസ്റ്റലുകൾ തുടങ്ങാനുള്ള സാധ്യത തുറക്കുക എന്നിവയെല്ലാം മോശം നിർദ്ദേശങ്ങളാണ്. ഈ നിയമങ്ങൾ മരവിപ്പിച്ച സുപ്രീം കോടതിക്ക് അഭിവാദ്യങ്ങൾ. എല്ലാ പണിക്കരുടെ ഉള്ളിലും ഇതുപോലെ ചില ചിന്തകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ചിന്തകൾ മനസ്സിലാക്കാതെയാണ് ഈ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരും അതുപോലെ ഈ നമ്മുടെ പറയത്തില്ലേ നമ്മുടെ പത്മഭൂഷണം വെള്ളാപ്പള്ളി നടേശൻ സാർ ആദിയായവരൊക്കെയും ഒരഭയകേന്ദ്രമായി കാണുന്ന ഈ രാഷ്ട്രീയത്തിലെ ചില നിരീക്ഷകരുടെ ഉള്ളിലിരിക്കുന്ന കാഴ്ചകളാണ് ഇദ്ദേഹം എഴുതിയത്. അതായത് UGC ഒരു പുതിയ ചട്ടം കൊണ്ടുവന്നു. ആ ചട്ടം കൊണ്ടുവന്നത് ഈ പണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കുട്ടികൾക്ക് നൽകിയിരുന്ന സംരക്ഷണം OBC വിഭാഗത്തിലെ കുട്ടികൾക്ക് കൂടി നൽകിക്കൊണ്ട് ഈ ജാതി വിവേചനത്തിൻ്റെ പേരിലുള്ള ഹിംസകൾ നിയന്ത്രിക്കുന്നതിന് കുറച്ച് കർക്കശ്യമുള്ള നിലപാടുകളാണ് UGC കൊണ്ടുവന്നത്. UGC ഒക്കെ ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. HRD ആരുടെ കയ്യിലാണെന്നും എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഈ രാജ്യത്തിലെ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇതെല്ലാം നയിക്കുന്നത്. എങ്കിൽ പോലും അവർ ഈ ഒരു നിയമം കൊണ്ടുവന്നു, ഈ കർശനമായ നിയമം. ഈ നിയമം കൊണ്ടുവരാനുള്ള സാധ്യത എന്താണ്? അത് കൊണ്ടുവരാനുള്ള ഒരു ന്യായമായ അന്തരീക്ഷം എന്തായിരുന്നു? അതുകൂടി അറിയുമ്പോഴേ അത് വ്യക്തമാവുള്ളൂ. അതായത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം 2025 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട രോഹിത് വെമുലയുടെയും പയാൽ തഡ്വി എന്ന് പറയുന്ന അവരുടെ 2 പേരുടെയും ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാർ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തു. 2016 രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുന്നത്. ക്യാമ്പസിലെ സവർണ മേൽക്കോയ്മയുള്ള ഇപ്പം നമ്മുടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞില്ലേ, ആര് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്നവരെ വല്ലാതെ അവഹേളിക്കുന്നതൊരു ഫാഷൻ. എന്തോ അവഹേളിക്കുന്നതാ? ആരെങ്കിലുമൊക്കെ ഈ ചാനലുകൾക്കകത്തിരുന്ന് ട്രോളുന്നതിനാണ് ഈ പറയുന്നത്. ബാക്കി മുഴുവൻ IITകളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഇവരുടെ കൂത്തരങ്ങുകളാണ്, കൂത്തരങ്ങുകൾ. കേരളത്തിൽ പോലും ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ വായിച്ചതല്ലേ. എന്നിട്ട് പണിക്കർ നൈസായിട്ട് അതിനകത്ത് എഴുതി വിടുക അവരെയൊക്കെ ട്രോളുന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ 2016 19 ഇവർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണെന്നും അതുകൊണ്ട് UGC മാൻഡേറ്ററി എഫക്റ്റീവ് ആൻഡ് എൻഫോഴ്സബിൾ ഫ്രെയിംവർക്ക് ടു പ്രിവെൻറ്റ് ട്രാജഡീസ്, അതായത് കോടതി തന്നെ ആവശ്യപ്പെട്ടു ഇതിന് പരിഹാരം കാണുന്നതിന് നിയമപരമായും നിർബന്ധപൂർവം ഉള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ചട്ടമുണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ 2012 ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടം അത് വെറും കടലാസ് പുലിയാണെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കാരണം അതിനകത്ത് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള സംവിധാനമില്ല. അതുപോലെ തന്നെ വളരെ മോശമായ ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസമായിരുന്നു. കൂടാതെ 2019-20 173 ഹരാസ്മെൻറ്റുകൾ, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ ഹരാസ് ചെയ്തത്, പീഡിപ്പിച്ചത്, ഇതൊന്നും പണിക്കർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. പണിക്കർക്ക് ഈ കണക്കൊക്കെ അറിയാം. പക്ഷേ പണിക്കരുടെ രക്തം അനുവദിക്കുന്നില്ല. ആരെ? ഈ പിന്നാക്കക്കാരായ മനുഷ്യരെ, അവരുടെ കുട്ടികളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന 2019-20 173 ഇൻസിഡൻ്റാണ് ഇന്ത്യ മൊത്തം ഉണ്ടായതെങ്കിൽ 2023-24 അത് 378 കൂടി. അതായത് 118.4% വർധനവുണ്ടായി ഈ പീഡനങ്ങൾ. ഇതിലൊന്നുപോലും മുന്നാക്ക സമുദായത്തിൽപ്പെട്ടവരെ പീഡിപ്പിച്ചതല്ല, അവർ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവരെ പീഡിപ്പിച്ചതാണ് ഈ സംഭവത്തിന് കാരണം. എന്ന് മാത്രമല്ല, ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് 37% ഉണ്ട്. അവരാരും പഴയ നിയമത്തിൻ്റെ പെർവ്യൂവിൽ വരുമായിരുന്നില്ല. അങ്ങനെ പഴയ നിയമത്തിൻ്റെ പെർവ്യൂവിൽ അവർ വരാത്തത് കൊണ്ട് അവരെ കൂടി ഇതിനകത്ത് ചേർത്തു, പുതിയ UGC നിയമത്തിൽപ്പെടുത്തി. ആ നിയമത്തിൽപ്പെടുത്തി ഉണ്ടാക്കിയ UGC ചട്ടം അത് പുറത്തു വന്നതോടുകൂടി ഈ പണിക്കരുടെ ഉത്തരേന്ത്യൻ വേർഷൻകാരായ ആളുകൾ എല്ലാവരും കൂടി അവിടെ പ്രക്ഷോഭണം തുടങ്ങി. വലിയ പ്രശ്നമുണ്ടായി. എന്താണെന്നേരം അവരുടെ ആവശ്യം, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഈ പറയുന്ന കീഴ്ജാതിയിൽപ്പെട്ടവരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യത്തിന് വളരെ കർശനമായ പണിഷ്മെൻറ്റ് നൽകുന്ന വ്യവസ്ഥ തുല്യതയില്ലായ്മ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. തുല്യതയില്ലായ്മ സൃഷ്ടിക്കും. എന്താ സംഗതി? ഇപ്പോൾ ഒരു
എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഒരു സ്ത്രീ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴേ അയൽവീട്ടുകാരനൂടെ കൊണ്ടുവന്ന് അവൻ്റെ ഭാര്യയുടെ പേരിലൂടെ ഇയാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് തിരിച്ചു ഒരു കേസ് കൊടുക്കും, കൗണ്ടർ കേസ് കൊടുക്കും. പക്ഷേ ഈ ചട്ടപ്രകാരം കൗണ്ടർ കേസ് കൊടുക്കാൻ പറ്റില്ല. ഈ ആക്ട് കവർ ചെയ്യുന്നത് SC/ST വിഭാഗത്തിലും OBCയിലും വരുന്ന കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ്. ആ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത് എന്താ, അതിൻ്റെ ഡേറ്റയാണ് ഞാൻ പറഞ്ഞത്. 2 കുട്ടികൾ 16-ലും 19-ലും ആത്മഹത്യ ചെയ്യപ്പെടുന്നു. ഈ രാജ്യത്തും ലോകം മുഴുവൻ ചർച്ച ചെയ്തു. രോഹിത് വെമുല എന്ന് പറയുന്ന മിടുക്കനായ ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നത്. പണിക്കർ മിണ്ടിയിട്ടുണ്ടാവില്ല അതിനെക്കുറിച്ച്. പണിക്കർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അല്ല ഞാൻ പറയുന്നത്. ഇതേ മനോഭാവമുള്ള ഹിഡൻ അജണ്ടയുമായി നീതിയും സംരക്ഷണവും സമത്വവുമാണ് സംസാരിക്കുന്നത് എന്ന ഒരു വ്യാജേന രംഗത്ത് വരുന്നവരുണ്ട്. അവരെ എല്ലാവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ സംഗതിയെ ചില സാങ്കേതിക കാര്യം പറഞ്ഞ് സുപ്രീം കോടതി അതിനെ തടഞ്ഞു. എന്നിട്ട് അതിനൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അത് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ സംഭവത്തെയാണ് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പണിക്കർ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് നമ്മൾ ഈ മറ്റ് പല മസാല വാർത്തകൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞില്ല. പത്മഭൂഷൺ വെള്ളാപ്പള്ളി സാർ ഈ കാര്യം അറിഞ്ഞോന്നറിഞ്ഞില്ല. കാരണം പിന്നോക്ക വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് കൂടി ഈ UGC ചട്ടത്തിൻ്റെ സംരക്ഷണം കിട്ടുമായിരുന്നു. അതാണ് കൂടുതൽ ഇവരെ അസ്വസ്ഥമാക്കിയത്. അതൊക്കെ അറിയണം ഇതിൻ്റെ കൂട്ടത്തിൽ.